ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്വച്ചക്ക വെച്ചൊരു തോരനാണ്. ഇത് കഴുകി നല്ലോണം വൃത്തിയാക്കി ഇതിന് പുറന്തൊലി ചെത്തിയിട്ട് ചെറിയൊരു കറയുണ്ട്, നല്ലോണം കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ലോണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വേവുണ്ട്, അതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തോരനുള്ള കൂട്ടുകൾ തയ്യാറാക്കാം. തേങ്ങ, ഒരു നുള്ളു ജീരകം, 3-4 കഷ്ണം ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് ചതച്ചെടുക്കാം. സ്വച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ലോണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വേവുണ്ട്, അതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തോരനുള്ള കൂട്ടുകൾ തയ്യാറാക്കാം. തേങ്ങ, ഒരു നുള്ളു ജീരകം, 3-4 കഷ്ണം ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാവേ. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കൂട്ട് ചേർക്കാം. ഞാൻ കരിവേപ്പില മറന്നു വരാം കേട്ടോ. കരിവേപ്പില ഇടണേ. സ്വച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.